അപ്പൊ ഇന്ന് നമ്മുടെ മാരത്തോണിന്റെ ഫൈനൽ ഡേ ആണ്. ഇന്ന് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്റെ നോക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കോർട്ടിനാസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനും ഒന്ന് സോൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനില് നമുക്ക് ഏറ്റവും ആദ്യം സോൺസ് വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ സോൺസിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സോൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ പെർഫോമൻസ് പിരമിഡും കാര്യങ്ങളും നോക്കണ്ടാവും. അതുകൂടാതെ ഒരു BPRന്റെ ക്വസ്റ്റ്യനും കൂടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ BPRന്റെ ക്വസ്റ്റ്യന് വേണ്ടി നമുക്ക് ജോൾട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കോർട്ടിനാസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. കാരണം ഇതിൽ വേരിയൻസ് അനാലിസിസ് ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ PMന്റെ കുറച്ച് ഏരിയാസ് കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് ഈ കോർട്ടിനാസ് റീറ്റെയിൽ ക്ലോത്തിങ് വെച്ചിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ, രണ്ട് ക്വസ്റ്റ്യൻസ് ഫുള്ളി നമ്മൾ നോക്കണ്ടാവും. ജോൾട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആകപ്പാടെ ഫോക്കസ് ചെയ്യേണ്ടാവും അതിന്റെ BPR പോർഷൻ ആണ്. അപ്പൊ BPR ഡൗട്ട് ചോദിച്ച ആൾക്കാർക്ക് അതും കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ പെർഫോമൻസ് പിരമിഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജോൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പൊ അതിന്റെ ഒപ്പം സിക്സ് സിഗ്മെന്റ് ഒരു ഏരിയയും കൂടി കവർ ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സോൺസ്. സോൺസ് എന്ന് പറയുന്ന കമ്പനി നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓവർനൈറ്റ് പാർസൽ ഡെലിവറി ബിസിനസ് ആണ്. സിൻസ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ദി കറന്റ് CEO, ഇറ്റ് ഹാസ് grown rapidly due to a boom in the online shopping. It now operates 1,000 delivery vehicles of various sizes. Recently, financial performance and market share have deteriorated. The zones has no clear corporate vision and excessive focus on എന്തുണ്ടെന്ന് പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ inadequate systems ഉണ്ട് to manage the performance of the underlying process driving the financial performance. അപ്പൊ ഈ സംഭവമാണ് അവിടുത്തെ ഇഷ്യൂ എന്ന് പറയണം. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ബിസിനസ് മോഡൽ നോക്കാം. സോൺസ് collection and delivery services uses delivery vehicles to transport parcels to and from local depot and individual addresses. Vehicles may also pick up parcels from addresses to which they deliver. Each time a vehicle calls for pickup or delivery parcel is known as a stop. Okay അല്ലേ? And the time of the day for each stop is booked in advance. At the end of each day, vehicle along with the parcels not delivered return to the depot എന്നാണ് പറയുന്നത്. Regardless of who pays for the service, zones regards anyone to whom it delivers or from whom it picks up the parcel as a customer. In the long term, the requirement of both these groups for a competitively priced, reliable and flexible service will be similar എന്നാണ് പറയുന്നത്. പിന്നെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ DMICന്റെ ഭാഗം വരുമ്പോൾ വായിക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മളോട് എന്തുണ്ടാക്കാൻ പറഞ്ഞത്? ഫസ്റ്റത്തെ A part and B part of the question ചോദിച്ചിട്ടുള്ളത്. അപ്പൊ A part of the question is advise the CEO how the Lynch and Cross performance pyramid can help zones achieve the corporate vision എന്നാണ് ചോദിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ സോൺസ് അവരുടെ കോർപ്പറേറ്റ് വിഷൻ എങ്ങനെയാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ പെർഫോമൻസ് പിരമിഡ് അച്ചീവ് ചെയ്യുക. അപ്പൊ ശരിക്കും നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ഈ പെർഫോമൻസ് പിരമിഡിനെയാണ്. അവിടെ 7 മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പെർഫോമൻസ് പിരമിഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഹെൽപ്പ് ചെയ്യൂലേ. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു പാരഗ്രാഫിൽ എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ. വേർ പെർഫോമൻസ് പിരമിഡ് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർഫോമൻസ് പിരമിഡ് ഇവിടെ സൂട്ടബിൾ ആണോ, അങ്ങനത്തെ ഒക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ കോൺസ്റ്റന്റ് ആൻസർ എന്ന് പറയണത്. അതില് എന്ത് വരാൻ നിൽക്കൂല? ചേഞ്ച് ഒന്നും വരൂല. ഫസ്റ്റ് തിങ്, zones have an excessive focus on financial objectives and inadequate systems to measure and manage performance of underlying process driving the financial performance. എവിടെ നിന്ന് കിട്ടിയതാ? ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. Hence, the performance pyramid will be useful for zones as it covers not only the financial performance
but also the performance relating to the wide range of underlying processes which drive the financial performance. അപ്പൊ ഈ സാധനം എവിടെ വരുന്നാണ് പറയണത്? പെർഫോമൻസ് പിരമിഡ് വന്നു കഴിഞ്ഞാൽ വരുന്ന പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it helps to set financial and non-financial performance measures such as on-time stops. Non-financial measures are leading indicators which will help to achieve long-term future financial performance at zones. അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ ഉണ്ട്. അതിന്റെ ഒരു എന്തായിട്ട് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഓൺ സ്റ്റോപ്സ് എന്ന് ഓൺ ടൈം സ്റ്റോപ്സ് എന്ന് പറയുന്ന ഈ സാധനം യൂസ് ചെയ്തത് ഇവിടെ. On time stops, the percentage of stops made within 30 minutes of book time. Okay, അല്ലേ? പിന്നെ the elements of the pyramid are interrelated and each level in the pyramid supports one above. For example, on-time stops will measure quality and increase quality will increase customer satisfaction. അതായത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? എലിമെന്റ്സ് ഓഫ് ദി പിരമിഡ് എന്തായിരിക്കും? ഇന്റർ റിലേറ്റഡ് ആണ്. ഇപ്പൊ ക്വാളിറ്റിയും കൂടി കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? മാർക്കറ്റ് വരും. അങ്ങനെ അതായത് ക്വാളിറ്റിയും ഡെലിവറിയും കിട്ടി കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഫ്ലെക്സിബിലിറ്റി, മാർക്കറ്റും ഫിനാൻഷ്യലും കോർപ്പറേറ്റ് വിഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ് ഇവര്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഓൺ ടൈം സ്റ്റോപ്സ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി അടിപൊളിയാണെന്ന് പറയാൻ പറ്റും. ക്വാളിറ്റി അടിപൊളിയാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ മോളിൽ നിന്ന് അടിയിലോട്ട് ഒബ്ജക്റ്റീവ്സ് കാസ്കേഡ് ഡൗൺ ദി പിരമിഡ് ഫ്രം strategic to operational level. The vision to increase shareholder wealth can be supported by ഇവിടെയുള്ള vision can be supported by the financial objectives on the level below. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ്സ് മോളിൽ നിന്ന് അടിയിലേക്ക് വരുന്നത് എന്നുള്ളത് പറയണത്. അതേപോലെ മെഷേഴ്സ് അടിയിൽ നിന്ന് മുകളിലോട്ടാണ് പോവുക. So that on time stops can determine whether zones is achieving customer satisfaction. അതായത് ഓൺ ടൈം സ്റ്റോപ്സ് വരുന്നു, നമുക്ക് എന്ത് വരുന്നു? ക്വാളിറ്റി വരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നു. ഓക്കെ അല്ലേ? Okay, sir. Then finally, the pyramid ensures that all aspects, അതായത് both internal and external of performance are measured. അതായത് right hand side of the pyramid covers the internal aspects such as flexibility, productivity കാര്യങ്ങളൊക്കെ. On the left hand part എന്താണ്? എക്സ്റ്റേണൽ എഫക്റ്റീവ്നെസ് സച്ച് ആസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ശരിക്കും ഞാൻ ഈ പിരമിഡ് എക്സ്പ്ലെയിൻ ചെയ്യണതിലാണ് എന്ത് കിടക്കണത്? ഈ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ കിടക്കണത്. അതായത് എങ്ങനെയാണ് ഇവിടെ എന്താ പറയാ പെർഫോമൻസ് പിരമിഡ് സൂട്ടബിൾ ആണോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പിരമിഡിനെ എക്സ്പ്ലെയിൻ ചെയ്ത ആ സിനാരിയോയിലേക്ക് വെക്കണേനെയാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇത്രയും കൂടി അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ദ പെർഫോമൻസ് പിരമിഡ്, evaluate the extent to which the suggested new measures in appendix 2 can be used to measure and manage operational performance. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മെഷേഴ്സ് വെച്ചിട്ട് നമ്മൾ നോക്കണം ഓപ്പറേഷണൽ പെർഫോമൻസ് മെഷറും മാനേജും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വെഹിക്കിൾ യൂട്ടിലൈസേഷൻ, ആവറേജ് യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ വെഹിക്കിൾ കപ്പാസിറ്റി, അതാണ് വെഹിക്കിൾ യൂട്ടിലൈസേഷന് വേണ്ടി ഇവരെടുത്തിരിക്കുന്ന മെട്രിക് എന്ന് പറയുന്നത്. This is measured by taking the average of the vehicle load as a percentage of capacity when the vehicle leaves the depot at the beginning of each day and the vehicle load as a percentage of capacity when the vehicle returns the depot at the end of each day. The capacity is measured either according to the internal volume or the length of the vehicle depending on the type of the vehicle used എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഓപ്പറേഷണൽ പെർഫോമൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. എന്നിട്ട് വെഹിക്കിൾ യൂട്ടിലൈസേഷനിൽ നമ്മൾ പറയേണ്ടത് ഹൗ വെൽ വെഹിക്കിൾ കപ്പാസിറ്റി ഈസ് യൂസ്ഡ്. ബെറ്റർ യൂട്ടിലൈസേഷൻ റെഡ്യൂസ് വേസ്റ്റ് അല്ലേ, ആൻഡ് അലൗസ് ഫ്യൂവർ വെഹിക്കിൾസ് ടു ഡു ദി സെയിം വർക്ക്, ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കണ ഇത് വെച്ചിട്ട് അല്ല ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ വേരീസ് ബൈ ലൊക്കേഷൻ, സീസൺ, ടൈപ്പ് ഓഫ് വെഹിക്കിൾ. മെഷർ ഡിഫറെന്റ് വെഹിക്കിൾസിന്റെ മെഷർമെന്റ് ഇൻകൺസിസ്റ്റന്റ്ലി ആയിരിക്കും വരുന്നുണ്ടാവാം. ആവറേജ് കറക്റ്റ് യൂട്ടിലൈസേഷൻ ഒരിക്കലും തരൂല. അപ്പൊ
ഈ ബ്രോഡ് ആവറേജ് എടുക്കുന്ന സമയത്ത് ചില വെഹിക്കിൾസ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവും, ചില വെഹിക്കിൾസ് മോശമായി പെർഫോം ചെയ്തിട്ടുണ്ടാവും. ഇവരെന്ത് ചെയ്യും? മാസ്ക് ചെയ്ത് കളയും ഇവരുടെ പെർഫോമൻസ്. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് മോശമാവണത് എന്നുള്ളത്. അപ്പൊ ഇത്രയും കൂടി നമ്മൾ എന്ത് നോക്കണം? റിയൽ ടൈം യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു എന്ത് പറയണം മെഷേഴ്സ് സജസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പൊ നമ്മളോട് സജസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. സജസ്റ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണം. അതായത് യൂസ് റിയൽ ടൈം ട്രാക്കിംഗ് സിസ്റ്റം ടു മോണിറ്റർ വെഹിക്കിൾ യൂട്ടിലൈസേഷൻ മോർ ആക്യുറേറ്റ്ലി ത്രൂ ഔട്ട് ദി ഡേ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ യൂട്ടിലൈസേഷൻ ഡേറ്റ ബൈ റീജിയൻ, വെഹിക്കിൾ ടൈപ്പ് ആൻഡ് ടൈം ടു ഐഡന്റിഫൈ സ്പെസിഫിക് ഏരിയാസ് ഓഫ് അണ്ടർ പെർഫോമൻസ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറയും. ഇതേപോലെ ഫ്യൂവൽ കൺസംഷൻ, ആവറേജ് ലീറ്റേഴ്സ് ഓഫ് ഫ്യൂവൽ കിലോമീറ്റേഴ്സ് ട്രാവൽഡ് ഫോർ ഓൾ വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ തെറ്റാണ്. വൈ? കാരണം വെഹിക്കിൾസ് പല ടൈപ്പ് പല സൈസിലൊക്കെ ഉണ്ട് എന്ന് പറയണില്ലേ. അപ്പൊ അത് ഡയറക്ട്ലി ആക്ടിവിറ്റി ആയിട്ട് ലിങ്ക് ആവുണ്ടോ? ഇല്ല. അതേപോലെ ഫ്യൂവൽ യൂസേജ് ഫോർ ഡിഫറെന്റ് വെഹിക്കിൾസ് ഡിഫറെന്റ്, മൈലേജ് ഡിഫറെന്റ് ആയിരിക്കും, പോണ റൂട്ട് ഡിഫറെന്റ് ആയിരിക്കും, കിലോമീറ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഫ്യൂവൽ കൺസംഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും മെട്രിക് ഡിറൈവ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാം. ഓൺ ടൈം സ്റ്റോപ്സ് ഓൺ ദി അതർ ഹാൻഡ് കറക്റ്റ് ആണ്. ബിക്കോസ് നമ്മളൊരു ടൈം ബുക്ക് ചെയ്ത് ആ ബുക്കിംഗ് ടൈമിന്റെ 30 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് സാധനം കിട്ടുകയാണെങ്കിൽ വി ആർ സാറ്റിസ്ഫൈഡ്. അപ്പൊ കസ്റ്റമേഴ്സ് ഹൈലി വാല്യൂ ഓൺ സ്റ്റോപ്പ് ആൻഡ് മേക്കിംഗ് ഇറ്റ് എ കീ റീസൺ വൈ ദേ ചൂസ് ജോൺസ്. ദിസ് അലൈൻസ് വിത്ത് ദി കോർപ്പറേറ്റ് വിഷൻ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ക്വാളിറ്റിനെയാണ് റിഫ്ലക്ട് ചെയ്യണ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് 0.001% relate to deliveries made within 30 minutes of time. അപ്പൊ കംപ്ലൈൻസ് ഓൺ ടൈമിന് ഉണ്ടോ? ഇല്ല. ഓൺ ടൈമിനുള്ള കംപ്ലൈൻസ് ഭയങ്കര കുറവാണെന്നാണ് പറയണത്. ഓക്കെ അല്ലേ? ഈ Okay, സി sir. പാർട്ട് ഇതിന്റെ ഇത്തിരി ഡിഫിക്കൽട്ട് പാർട്ടാണ്. അഡ്വൈസ് വെദർ ദ ടു മെഷേഴ്സ് ഡിഫൈൻഡ് ഇൻ അപ്പൻഡിക്സ് 3 ആർ സൂട്ടബിൾ for the use in the DMAIC method to implement the Six Sigma methodology in order to improve ഡെലിവറി പെർഫോമൻസ്. ഇതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാധനം ഓൺ ടൈം സ്റ്റോപ്സ് നമ്മള് 10 മിനിറ്റ് ആക്കുന്നു, 30 മിനിറ്റ് മാറ്റി 10 മിനിറ്റ് ആക്കുന്നു. ഈ 30 മിനിറ്റിന്റെ ഉള്ളിൽ കിട്ടുന്നത് തന്നെ നമുക്ക് നല്ലതാണ്. അത് 10 മിനിറ്റിന്റെ ഉള്ളിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഇല്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടുമോ? ഇല്ല. അപ്പൊ അങ്ങനെ അത്രയും സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടുന്നില്ലെങ്കിൽ നമ്മൾ സിക്സ് സിഗ്മ വെച്ചിട്ട് അവിടെ ഒരു പ്രോബ്ലം പോലും ഡിഫൈൻ ചെയ്യാനില്ല. അപ്പൊ അക്കോർഡിംഗ് ടു സിക്സ് സിഗ്മ വി വാല്യൂ ഓൺലി ദോസ് മെഷേഴ്സ് ദാറ്റ് ആർ വാല്യൂഡ് ബൈ ദി കസ്റ്റമർ. ഓൺ ടൈം സ്റ്റോപ്സ് കസ്റ്റമർ വാല്യൂ ചെയ്യുന്നുണ്ട്. ഉണ്ട് അതില് എന്താണ് 0.001% ഡീഫോൾട്ട് വരണുള്ളൂ. ബട്ട് അത് 30 മിനിറ്റ്സിന്റെയാണ്. അത് ഇനി 10 മിനിറ്റ്സ് ആക്കിയിട്ട് അതിനെക്കാട്ടും കൂടുതൽ വാല്യൂ കൊണ്ടുവരാനുണ്ടോ? ഇല്ല. അപ്പൊ DMIC അപ്രോച്ച് ഉപയോഗിച്ചിട്ട് അതിനെ 10 മിനിറ്റ്സിലേക്ക് എത്തിച്ച് വാല്യൂ ഭയങ്കര കൂടുന്ന് പറയാൻ പറ്റോ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് യൂസ് ചെയ്യേണ്ട? DMIC അപ്രോച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഈ ഫെയിൽ ഡെലിവറീസ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതൊക്കെ കസ്റ്റമർ അൺഅവൈലബിൾ ആവണതും കസ്റ്റമർ അഡ്രസ്സ് തെറ്റി അടിക്കുന്നതിന്റെ ഒക്കെ പ്രശ്നമാണ്. DMIC അപ്രോച്ച് വെച്ച് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങളുമെല്ലാണ് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കസ്റ്റമേഴ്സ് ചെയ്യണ കാര്യങ്ങളുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? ഹലോ. Okay, sir. അപ്പൊ ഇവിടെ നമ്മൾ DMIC അപ്രോച്ച് ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ നമുക്ക് ഈ DMIC അപ്രോച്ചിൽ തന്നെ DMIC ഉപയോഗിച്ച എങ്ങനെ ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ അല്ലേ? Yes, ഇതൊരു ടൈപ്പ് sir. ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് ജോൾട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്തും കൂടി ഒന്ന് നോക്കാം. BPR കൂടി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മെയിൻ ക്വസ്റ്റ്യൻ ആയ കോർട്ടിനാസിലേക്ക് പോകും. ഓക്കെ അല്ലേ? Yes, sir.
റെസ്പോണ്ട് ടു ദി ജോൾട്ട്സ് റിക്വസ്റ്റ് ഫോർ ദി വർക്ക് ഓഫ് BPR പ്രപ്പോസൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ജോൾട്ട് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ജോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ക്വാളിറ്റി സ്വിംവെയറും അതേപോലെ സൈക്ലിംഗ് ക്ലോത്തിങ്ങും ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർക്ക് എന്തുണ്ട്, 1000 എംപ്ലോയീസ് ഉണ്ട് ആൻഡ് മാനുഫാക്ചറിങ് സ്റ്റാഫ് ഉണ്ട് 200 സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്. ഇവരുടെ പ്രൊഡക്ട്സ് മൊത്തം ഇവർ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ റീസെന്റ് എന്തുണ്ട്, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഒക്കെ കൂടിയോണ്ട് ഇവർക്ക് എന്താ പറയാ, കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് പ്രൈസ് കുറയ്ക്കേണ്ടി വരാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു BPR പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 50% ഓഫ് ദി ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യാ, 17,000 ദൂരെയുള്ള ഒരു സപ്ലയറിനെ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ്, അതായത് board would like to evaluate how the BPR proposal could improve എന്ത്, Jolt's performance to meet the customers' 2 key demands. Customers' 2 key demands എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കിയേ. Customer want lower prices. അതേപോലെ they want to meet the performance targets relating to lead time and quality. അപ്പൊ നമുക്ക് 3 ഹെഡിങ്സ് വെച്ചിട്ട് ഇത് എഴുതണം. ആ 3 ഹെഡിങ്സ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. ഒന്ന് ലോവർ പ്രൈസസ്, പിന്നെ പെർഫോമൻസ് ടാർഗറ്റ് റിലേറ്റിംഗ് ടു ലീഡ് ടൈംസും പെർഫോമൻസ് ടാർഗറ്റ് റിലേറ്റിംഗ് ടു ക്വാളിറ്റി. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടാവണം. അതാണല്ലോ BPR. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് റീഡിസൈൻ, ഒരു റാഡിക്കൽ റീഡിസൈൻ ഉണ്ടാവണം ആൻഡ് ഒരു ഡ്രമാറ്റിക് ഇംപ്രൂവ്മെന്റ് അവിടെ കാണണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് അവര്? കമ്പാരിസൺ ഓഫ് ആൻ ആവറേജ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര രൂപന്റെ വ്യത്യാസം കാണുന്നുണ്ട്. $1.5 വ്യത്യാസം കാണുന്നുണ്ട് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ. എക്സ്ക്യൂസ് മീ. പക്ഷെ ഔട്ട്സോഴ്സ് ചെയ്യണ സ്ഥലത്ത് നമുക്കത് ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് 5,000 ഉണ്ട്. ആൻഡ് അതും 10,000 യൂണിറ്റ്സ് ഫുള്ളി നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരും? 0.5 എങ്കിലും വരും. ഒരു യൂണിറ്റിന് എത്ര വരും? 0.5 എങ്കിലും വരും. ആൻഡ് ആ 0.5 എന്ന് പറയണതും കൂടി ഈ കോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായി മാറും? 1 ആയി മാറും. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഇവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 17,000 കിലോമീറ്റർ ദൂരെയുള്ള വേറൊരു കൺട്രി ആയതുകൊണ്ട് അവിടെ ഫോറെക്സിന്റെ ഇഷ്യൂസും കയറി വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? Yes, sir. അപ്പൊ നമ്മളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ കാണിക്കാം. എന്നിട്ട് പറയാം Jolt is outsourcing, it will have a savings of $1, but due to changes in international trade tariffs, which is expected in near future, imports of 10% കയറി വന്നാൽ അത് 4.35 ആവും. അപ്പൊ സേവിങ്സ് ആകെപ്പാടെ 0.65 ആവുള്ളൂ. ഇനി 17,000 കിലോമീറ്റർ അവേ ഉള്ള ആൾക്കാരുടെ ഇതിലേക്ക് വരുമ്പോൾ ഫോറെക്സ് റേറ്റും കാര്യങ്ങളും നമ്മുടെ ഫേവറിൽ എപ്പോഴും വർക്ക് ആവണമെന്നില്ല. ഫർദർ റെഡ്യൂസിങ് ദി സേവിങ്സ്. അതേപോലെ ഇത് 50% മാത്രം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമുക്ക് ഈ ഫാക്ടറി ഓവർ ഹെഡ്സ് ലാഭിക്കാനും പറ്റൂല, അതും ഇൻകർ ആവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊരു BPR ആണെന്ന് തന്നെ പറയാൻ പറ്റൂല. പകരം നമ്മളോട് മൊത്തം 50% അല്ലാണ്ട് മൊത്തം 100% ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഈ ലീഡ് ടൈംസ് കറക്റ്റ് ആയിട്ട് ഈ 17,000 കിലോമീറ്റർ ദൂരെയുള്ള ഇത് കണ്ടെയ്നേഴ്സ് ഇവിടെ എത്താനുള്ള ടൈം ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് 10,000 യൂണിറ്റ്സ് ഫുള്ളി ലോഡഡ് ആയിട്ട് കൊണ്ടുവരുമ്പോഴാണ് 0.5 നിൽക്കുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് മൊത്തം ലോഡ് ചെയ്യാൻ നിൽക്കും. അപ്പൊ അങ്ങനെ ലോഡ് ആവുമ്പോ ടൈം ഡിലേസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ലീഡ് ടൈംസിന് അത് എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ മീറ്റിംഗ് പെർഫോമൻസ് ടാർഗറ്റ് ഓഫ് ക്വാളിറ്റി. ഇത്രയും ദൂരെയുള്ള ഇതിന്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. നമ്മളൊരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടം വരെ എത്തുമ്പോ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ വന്നില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നല്ല പേരുണ്ട്, നല്ല ക്വാളിറ്റിയിൽ സാധനം കൊടുക്കണം, അത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ളതും കൂടി പറയാം. എന്നിട്ട് പറയാം ഇതൊരു പ്രോപ്പർ എന്തല്ല BPR അല്ല.
അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ബി പി ആറിന് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ അവിടെ ഒരു ബി പി ആർ പറഞ്ഞിട്ട് ആ ബി പി ആറിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബി പി ആർ നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ജനറൽ ജഡ്ജ്മെന്റ് വെച്ചിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിരുന്നത്. ഓക്കെ അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ എടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ച് പറഞ്ഞത്. ഇന്ന് നമുക്ക് എന്തിലോട്ട് പോവാം? കോർട്ടിനാസിലോട്ട് പോവാം. അപ്പൊ കോർട്ടിനാസ് റീറ്റെയിൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഭയങ്കര പഴയ ഒരു ക്വസ്റ്റ്യൻ അല്ല, 2019 ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇവാലുവേറ്റ് വെദർ സി ആർ സി ഷുഡ് മൂവ് ഫ്രം ഇറ്റ്സ് കറന്റ് ബഡ്ജറ്റിംഗ് സിസ്റ്റം ടു ABB. 13 മാർക്സ് ഉണ്ട്. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? The CEO has asked you to evaluate the potential introduction of ABB at CRC. But it has been suggested that CRC's board's current system of budgeting is no longer suitable and the business should move to activity based budgeting എന്നാണ് പറയുന്നത്. അപ്പൊ കറന്റ് സിസ്റ്റം എന്താണ് അവിടെ? ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് ആണ്. നിങ്ങൾ ഇത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാരും ഒന്ന് വായിച്ചേ, കമ്പനി ഇൻഫർമേഷൻ ഈ ബഡ്ജറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗവും. അപ്പൊ എല്ലാരും വായിച്ചല്ലോ. അപ്പൊ നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ എന്താണ്? ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് സിസ്റ്റം ആണ്. അപ്പൊ കറന്റ് ബഡ്ജറ്റിംഗ് സിസ്റ്റമും പുതിയ ബഡ്ജറ്റിംഗ് സിസ്റ്റത്തിന് ഇവാലുവേറ്റ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറയാന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ആദ്യം വിൽ സ്റ്റാർട്ട് വിത്ത് ദി കറന്റ് ബഡ്ജറ്റിംഗ് സിസ്റ്റം. ഇൻക്രിമെന്റൽ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഈസി ടു പ്രിപ്പയർ ആണ്, ആൾക്കാർ ഫെമിലിയർ ആണ് അത് ചെയ്യാൻ. ആക്ടിവിറ്റി ലെവൽസ് മാറും തോറും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്രിമെന്റൽ ബഡ്ജറ്റ്സിൽ. ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്? എന്താണോ മോശമായി നടക്കേണ്ടതെന്ന് അത് വീണ്ടും അഗ്രിവേറ്റ് ആയിട്ട് വരും. അപ്പൊ എൻകറേജസ് സ്ലാക്ക്, പ്രൊപ്പഗേറ്റ്സ് ഇൻഎഫിഷ്യൻസി. ഇന്നോവേഷൻ കൊണ്ടുവരാൻ നോക്കോ? ഇല്ല. ആൻഡ് റാപ്പിഡ് ചേഞ്ചസിന് വേണ്ടി ഭയങ്കര അൺസൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്? നമ്മുടെ കറന്റ് ബഡ്ജറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെല്ലാം എഴുതണം എന്നില്ല, ഇതിൽ നിന്ന് 2-3 പോയിന്റ് വീതം എഴുതാം. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ABB നമ്മൾ നോക്കാം. അതെന്തൊക്കെയാണ്? ബെറ്റർ കോസ്റ്റ് കൺട്രോൾ വരും. കാരണം കോസ്റ്റ് ഡ്രൈവേഴ്സും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ കോസ്റ്റ് ഒരു ആക്ടിവിറ്റിയുമ്പോൾ ചെലവാക്കിയിരിക്കണം, അതനുസരിച്ചിട്ടാണ് കോസ്റ്റ് വരിക. അപ്പൊ നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാകും. ഇംപ്രൂവ്ഡ് റിസോഴ്സ് അലോക്കേഷൻ ഉണ്ടാവും ബേസ്ഡ് ഓൺ സ്പെസിഫിക് ആക്ടിവിറ്റീസ്, റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് മോർ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ ആണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ വരുന്നത്. പിന്നെ അലൈൻ വിത്ത് ദി സ്ട്രാറ്റജിക് ഗോൾസ്. എന്താണ് നമ്മുടെ സ്ട്രാറ്റജിക് ഗോൾസ്? എഫിഷ്യന്റ് വെയർഹൗസ് ഓപ്പറേഷൻസും ടൈംലി ഡിസ്പാച്ചസും വരണമെങ്കിൽ അവിടെ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണ സ്ഥലത്തേ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോൾ അവിടെ ABB ആണ് നല്ലത്. ആൻഡ് ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ റാപ്പിഡ് ചേഞ്ച്. ഇവിടുത്തെ കേസിൽ എക്സ്പാൻഷൻ നമ്മൾ നോക്കുന്നുണ്ട് 4 ഇയേഴ്സിന്റെ ഉള്ളിൽ, അല്ല മീൻസ് ഒരു ഇയറിന്റെ ഉള്ളിൽ 4 ന്യൂ സ്റ്റോർസ് എന്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്, തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അത്രയും റാപ്പിഡ്ലി ചേഞ്ചിങ് എൻവയറമെന്റ് ഉള്ളിൽ ഏറ്റവും നല്ലത് ഏതാണ്? ABB ആണ്. ഓക്കെ അല്ലേ? പക്ഷെ ഇതിനും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. കോംപ്ലെക്സ് ടൈം കൺസ്യൂമിങ് ആണ്, ഹൈ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് ഉണ്ട്, ആക്യുറേറ്റ് ഡേറ്റ ഉണ്ടെങ്കിലാണ് ഇതിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആൾക്കാർക്ക് ഇത് പുതിയതായതുകൊണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാവാന്നുള്ളത് പറയാം. എന്നിട്ട് ഫൈനലി പറയാം ഇത് ABB സാധനം CRCയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് എങ്ങനെയായിരിക്കും നല്ലത്. അപ്പൊ ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ പറയാം റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയണ എക്സ്പെർട്ടീസ് കുറവായിരിക്കും, ലാക്ക് ഓഫ് എക്സ്പെർട്ടീസ് ഉണ്ടാവും. അപ്പൊ CRC's current incremental budgeting system is no longer suitable for the given rapid change. അപ്പൊ അവിടെ നമ്മൾ എന്ത് കൊണ്ടുവരണം? ABB കൊണ്ടുവരാൻ നോക്കണം. കാരണം ABBക്ക് കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ അഡ്വാൻറ്റേജസ് വിൽ ഔട്ട്വേ ഇറ്റ്സ് ഡിഫിക്കൽട്ടീസ്, ഗിവിംഗ് us benefit. Okay അല്ലേ? Yes, sir. Coming to the B part of the question, B part is complete the analyst work in Appendix 1. Appendix 1 analystന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് നമ്മളോട് ബഡ്ജറ്റഡ് ആക്ച്വലും നമ്മൾ കമ്പയർ ചെയ്ത് വേരിയൻസ് അനാലിസിസ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാലോ?
അപ്പൊ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വെയർ ഹൗസ് മാനേജറിന്റെ സാലറി അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലീസ് ഓഫ് RFID സിസ്റ്റം 1 ഉം 2 ഉം ഇത് രണ്ടും അവര് ചെയ്തിട്ടുണ്ട്. ഇനി RFID ടാഗിങ് അത് നമ്മൾ ചെയ്യണം. അപ്പൊ RFID ടാഗിങ് നോക്കുന്ന സമയത്ത് എക്സ്പെക്ടഡ് വോള്യൂം പെർ മന്ത് എത്ര ഉണ്ട് മക്കളെ? ഇവിടെ എത്ര ഐറ്റംസ് ആണ്? 100,000. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഈച്ച് മെമ്പർ ഓഫ് ദി സ്റ്റാഫ് ക്യാൻ ടാഗ് എത്ര ഐറ്റംസ് പെർ മന്ത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്ര ഐറ്റംസ് അവർക്ക് ടാഗ് ചെയ്യാൻ പറ്റും? ഈച്ച് ടാഗർ ക്യാൻ അറ്റാച്ച് 35,000 ടാഗ്സ് പെർ മന്ത്. അപ്പൊ 35,000 എന്ത് ചെയ്യാൻ പറ്റും? അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് ഹോൾഡ് ചെയ്യാവോ? ഹലോ, സോറി കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എത്ര ടാഗ്സ് ഉണ്ട്? 35,000 ടാഗ്സ് പെർ മന്ത്. പെയ്ഡ് ആൻ ആനുവൽ സാലറി ഓഫ് എത്ര? 2.4. അപ്പൊ നമ്മൾക്ക് ഇത്രയും ടാഗ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റാഫ് വേണ്ടി വരും എന്നുള്ളത് നോക്കുക. എത്ര സ്റ്റാഫ് വേണ്ടി വരും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ? 3. ഏകദേശം 2 സ്റ്റാഫുകൾ വേണ്ടി വരും. ദാറ്റ് ഇസ് 3 സ്റ്റാഫ്സ് അല്ലേ? അപ്പൊ 3 സ്റ്റാഫിന് എത്ര വെച്ചിട്ട് കാശ് കൊടുക്കണം നമ്മള്? 24,000 വെച്ചിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എത്ര വരും? 72,000 ടോട്ടലി വരും. ഈ ടോട്ടലും എവിടെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അവര്? പറഞ്ഞേ. ഗുഡ്സ് ഇൻവേർട്സിൽ. അവരെവിടേക്ക് ചാർജ് ചെയ്യാനാ പറഞ്ഞത്? ഗുഡ്സ് ഇൻവേർഡിലാണ് ചാർജ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഗുഡ്സ് ഇൻവേർഡിൽ നമ്മൾ എത്ര ചാർജ് ചെയ്തു? 72 ചാർജ് ചെയ്തു. ഓക്കെ ആണോ? ഇനി അതേപോലെ അടുത്തത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെയർ ഹൗസിംഗിന്റെ ആണ്. നമ്പർ ഓഫ് സ്റ്റാഫ് എത്ര വേണം? 12 സ്റ്റാഫ് ത്രൂ ഔട്ട് ദി ഇയർ വേണം, ഫുൾ ടൈം സ്റ്റാഫ്. അത് കൂടാണ്ട് 2 more സ്റ്റാഫും കൂടി വേണ്ടി വരും. അപ്പൊ ടോട്ടൽ സ്റ്റാഫ് 14. ഒരു സ്റ്റാഫിന്റെ പ്രൈസ് 22,500. അപ്പൊ 14 into 22,500. അതില് 315 50% എവിടേക്കുള്ളതായിരിക്കും? ഗുഡ്സ് ഇൻവേർഡും ആൻഡ് ബാക്കി ഗുഡ്സ് ഔട്ട്വേർഡിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ 315 ആണെങ്കിൽ അത് ഗുഡ്സ് ഇൻവേർഡും ഗുഡ്സ് ഔട്ട്വേർഡും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ സർ. പിന്നെ വരുന്നത് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്. ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് നമ്മളിവിടെ പറയുന്നുണ്ട് എന്താണ്? ഇൻഫ്ലേഷൻ 0 ആണ്. അപ്പൊ ബഡ്ജറ്റഡ് കോസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടാൻ പറ്റും. വിച്ച് ഇസ് എത്ര? 10,000. പ്രപ്പോസ് ബഡ്ജറ്റ് എടുക്കരുത് കേട്ടാ. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ദ വേരിയൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് റിസീപ്റ്റ്സ് ഇൻടു എന്ത്? ഏതിന്റെ കാര്യമാണ് ചോദിക്കുന്നത്? ഗുഡ്സ് ഇൻവേർഡ്സ്. അപ്പൊ ഗുഡ്സ് ഇൻവേർഡ്സിന്റെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അതായത് ടോട്ടൽ ഗുഡ്സ് ഇൻവേർഡ്സ് എത്ര ഉണ്ടായിരുന്നു? 9,000 ഉണ്ടായിരുന്നു. അപ്പൊ ആവറേജ് നമ്പർ ഓഫ് റിസീപ്റ്റ്സ് ഗുഡ്സ് ഇൻവേർഡ്സ് ആവാൻ പോണത് 9,000 ആണ്. ടോട്ടൽ ഗുഡ്സ് ഇൻവേർഡ്സിന്റെ കോസ്റ്റ് എത്രയാ? 274,500 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പെർ റിസീപ്റ്റ് ഇൻടു ഗുഡ്സ് ഇൻവേർഡ്സ് എത്ര വരും? 274,500 ഡിവൈഡഡ് ബൈ 9,000. അപ്പൊ നമുക്ക് ഒരു റിസീപ്റ്റിന്റെ കാശ് കിട്ടും. ഓക്കെ അല്ലേ? അത് എത്രയാണ്? 30.5. ഈ കാൽക്കുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്ത് തുടങ്ങാം? എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ അല്ലേ? ഈ കാൽക്കുലേഷൻ ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ?
സാർ ലാസ്റ്റ് Comparatively പാട്ട് three. ഒന്നുകൂടെ പറഞ്ഞുതരൂ. എന്താണ് ആ ലാസ്റ്റ് പാട്ട് ക്ലിയർ ആയില്ല. ലാസ്റ്റത്തെ പാട്ടാണോ? അതായത് ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ ഈ ഫിഗേഴ്സ് കിട്ടണ വരെ? ഓക്കെ സാർ. ഇനി ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളോട് ആക്ച്വലും ബജറ്റും തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. പക്ഷെ ഏതിനെ മാത്രം വെച്ച് കമ്പയർ ചെയ്യാൻ പറഞ്ഞു? ഗുഡ്സ് ഇൻവേർഡ്സിനെ വെച്ച് മാത്രം. അപ്പൊ ശരിക്കും ഉള്ള ഗുഡ്സ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത് 9000 ഇൻവേർഡ്സ് അല്ലേ വരുന്നുള്ളൂ. അതിനാണ് ഇത്രയും കാശ് വരാൻ പോണത്. അപ്പൊ ശരിക്കും നമുക്ക് എത്ര ഉണ്ട് ഗുഡ്സ് ഇൻവേർഡ്സിന്റെ കോസ്റ്റ്? 30.5 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അത് വെച്ചിട്ട് ഇവിടുത്തെ അമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം എത്രയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് വെച്ചിട്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോണത്. അതായത് ദ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് പ്രോസസ്സിംഗ് ഇൻ ജൂലൈ 2015 വാസ് എത്ര? 19,825. This was based on എങ്ങനെ? 650 receipts അല്ലെ? എത്ര റെസിപ്റ്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ? കണ്ട 650 റെസിപ്റ്റ്സ് ഉണ്ട്. നമ്മളിപ്പോ ബജറ്റ് ചെയ്ത കോസ്റ്റ് എത്രയാണ്? പെർ യൂണിറ്റിന് എത്ര വരുന്ന ബജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? 30.5. അപ്പൊ 30.5 വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വരണം? 19,825 കാശ് വരണം. ഓക്കെ അല്ലേ? However, the actual cost turned out to be എത്ര? 18. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു ഫേവറബിൾ വേരിയൻസ് ഉണ്ട്. എത്രയുണ്ട്? 1825. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഭയങ്കര അതിഗംഭീര വേരിയൻസ് അനാലിസിസ് ഒന്നും വരൂല. നമുക്ക് എന്താ വരുള്ളോ? നമുക്ക് സാധാ ബജറ്റഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യാനാ വരാം. നമുക്കറിയാം 650 ആയിരുന്നു എന്ത് ചെയ്തത്? നമ്മുടെ ടോട്ടൽ യൂണിറ്റ്സ്. നമുക്ക് ആക്ച്വൽ കോസ്റ്റ് അറിയുന്നുണ്ട്, നമുക്ക് ബജറ്റഡ് കോസ്റ്റ് അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബജറ്റ് മൊത്തം ഉണ്ടാക്കിയിട്ട് ബജറ്റഡ് കോസ്റ്റ് പെർ ഗുഡ്സ് ഇൻവേർഡ് കണ്ടുപിടിച്ചത്. ഇതുവരെ ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കമ്പാരിസൺ നടത്തിയത്. അതായത് നമ്മൾ കാശ് സേവ് ചെയ്തു. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ വിചാരിക്ക് 18,000 ആക്ച്വൽ കോസ്റ്റിന്റെ എന്ത് തന്നിട്ടില്ല ശരിക്കും? നമുക്ക് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടോ? ഇല്ല. ഡയറക്ട്ലി ഇത് ചെയ്യാണ് ചെയ്തത്. എന്ത്? ആക്ച്വൽ കോസ്റ്റ് ഇൻടു ആക്ച്വൽ യൂണിറ്റ്സ് ചെയ്തിട്ട് 18,000 തരാണ് ചെയ്തത്. അപ്പൊ നമുക്ക് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ആക്ച്വൽ കോസ്റ്റ് പെർ റിസീപ്റ്റ് എത്ര ഉണ്ടായിരുന്നു? ശരിക്കും പ്ലാൻ ചെയ്തത് എത്രയാണ് പറഞ്ഞേ? ഇൻ ജൂലൈ 1 lakh items were processed എന്ന് പറഞ്ഞു. Exactly as planned. However, the budget has assumed 750 receipts based on dividing 9,000 total annual receipts by 12. But in reality, there was only എത്ര receipts? 650. 650 receipts. അപ്പൊ 18,000 650 വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 27.69, which is 2.81 less per receipt compared to the budgeted amount, which is നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാ? 30.5. ഓക്കെ അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ ലാർജർ ക്വാണ്ടിറ്റീസിൽ സപ്ലൈ ചെയ്യുകൊണ്ട് റിസീപ്റ്റ്സ് എന്തായി? കുറഞ്ഞു എന്നാണ് പറയണത്. If some of the goods inwards cost depend on the number of items rather than the number of receipts, this would explain the savings. അപ്പൊ നമുക്ക് എത്ര സേവിങ്സ് വന്നു എന്നുള്ളത് ഇത്രയും കൂടി വൃത്തിക്ക് എക്സ്പ്ലെയിൻ ആയി പോയേനെ. The savings could also be due to fewer suppliers, with each supplier providing more items per delivery എന്ന് പറയാം. ഈ നിങ്ങൾ ഇത്രയും ഡീറ്റെയിലേക്ക് എഴുതണ്ട. ഞാൻ എപ്പോഴും പറയണത് ഈ കാര്യം ഒഴിവാക്കിയിട്ട് ഇത് വേണമെങ്കിൽ എഴുതിയാൽ മതി. പകരം എന്ത് ചെയ്യാ? ഇത് ആദ്യം എഴുതാം. ദിസ് ഇസ് ദ മെയിൻ പാർട്ട്. ഓക്കെ, ഇതെല്ലാവർക്കും എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേരിയൻസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കാണിച്ചു കൊടുക്കാം. അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 750 ആയിരുന്നു, പക്ഷെ നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റി വന്നത് 650. അതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേഷൻ 650 വെച്ച് ചെയ്തതെന്ന് പറയാം. ഓക്കെ അല്ലേ? ഇത് ഫുൾ അമൗണ്ടിന്റെ വേരിയൻസ് ആണ്. പെർ യൂണിറ്റ് വേരിയൻസ് ഇത്ര ഉണ്ട് എന്നും പറയാം.
ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 12 മാർക്സ്. ശരിക്കും ഈ 12 മാർക്സ് ഈസിയാണ്. ഞാൻ എപ്പോഴും പറയാം, വേരിയൻസ് അങ്ങാനും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരാണെങ്കിൽ അതൊരു PM ഏരിയ എന്നാണ് വരാം. പക്ഷെ PMന്റെ ക്വസ്റ്റ്യന്റെ പോലെ പോലും വരൂല, ഡയറക്റ്റ് വരുള്ളൂ. ബഡ്ജറ്റും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ ആണോ മക്കളെ? ഹലോ. Yes, sir. Okay, sir. Yes, sir. അപ്പൊ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു വലിയ ക്വസ്റ്റ്യൻ, 5 ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ആൻസേഴ്സും കൂടി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്തിടാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ ആൻസേഴ്സും കൂടി നോക്കി ഈ ഒരു ഏരിയാസ് ഒന്ന് ഓക്കെ ആക്കിട്ടാ. ഓക്കെ അല്ലേ?